എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് വീണ്ടും നമ്മുടെ പണത്തെ പറ്റി തന്നെ ചർച്ച ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും സന്തോഷത്തിന്റെ ദിവസം നേർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു തത്വം അല്ലേ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന മറ്റൊന്നുമല്ല, പണം സമ്പാദിക്കാൻ നിങ്ങൾ ജീവിതം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? അല്ലെങ്കിൽ പണം നിങ്ങളെ തേടി വരാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലരും ജീവിതത്തിൽ പണം തേടി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ മുതൽ രാത്രി വരെ ജോലി, ഓവർ ടൈം, ടെൻഷൻ, സമ്മർദ്ദം. പക്ഷെ എത്ര ആളുകൾക്ക് യഥാർത്ഥ സമ്പത്ത് ലഭിക്കുന്നു? വളരെ കുറച്ചാൾക്ക് മാത്രം. എന്താണ് അതിന് കാരണം? ആർക്കാണ് യഥാർത്ഥത്തിൽ സമ്പത്ത് ഉണ്ടാകുന്നത്? ടെൻഷൻ അടിച്ച് ഓവർ ടൈം ചെയ്ത് രാപ്പകൽ പണിയെടുത്തിട്ട് സമ്മർദ്ദത്തിൽ കടന്നു പോകുന്ന ആൾക്കാണോ സമ്പത്ത് ഉണ്ടാകുന്നത്, അല്ല മറ്റേതെങ്കിലും ആൾക്കാർക്കാണോ? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരിക്കലും പണത്തെ പിന്തുടരരുത് എന്നുള്ളത്. പണം നമ്മളെ പിന്തുടരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതായത് ഈ രണ്ടാൾക്കാരുടെ വ്യത്യാസം എന്ന് പറയുന്നത്, അവർ മനസ്സിനെയും ചിന്തകളെയും എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോഴാണ് പണം തന്നെ പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് മുഴുവനായിട്ട് അതിനെക്കുറിച്ചാണ്. നമ്മുടെ ഓരോ ക്ലാസ്സുകളും വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ പറ്റിയാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇതിന്റെ സത്യം ഒന്ന് മനസ്സിലാക്കി തരികയാണ്. വളരെ ലളിതമായിട്ടുള്ള റിയാലിറ്റിയുടെ ഒരു കഥ പറയാൻ പോവുകയാണ്. റെഡി ആണല്ലോ അല്ലെ? എല്ലാവരും തയ്യാറാണല്ലോ? അപ്പോൾ ഐ ആം എ വെൽത്തി അല്ലെ, നമ്മുടെ ആദ്യത്തെ എടുത്തോളൂ, ഇതെടുത്തോളൂ, സ്ലോഗൻ എടുത്തോളൂ, എല്ലാം ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. ഫാസ്റ്റ് 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 ഫാസ്റ്റ്. എല്ലാവർക്കും എത്ര പേർക്ക് ഓർമ്മയുണ്ട് നോക്കട്ടെ? ഐ ആം എ മണി മാഗ്നറ്റ്. ഓക്കെ, അതാണ് നമ്മൾ ഞാൻ മറന്നുപോയി, ഇത്രേ ഉള്ളൂ. ഞാൻ കുറച്ചായില്ല ക്ലാസ് എടുത്തിട്ട്. യെസ്, നോക്കട്ടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ നോക്കി. യെസ് യെസ് യെസ്, ഐ ആം എ മണി മാഗ്നറ്റ്, ഐ ആം എ മണി മാഗ്നറ്റ്. എല്ലാവരും മണി മാഗ്നറ്റ് ആയെന്ന് ആവാനുള്ള ആഗ്രഹമുള്ളവരെല്ലാവരും പറഞ്ഞോളൂ. ഒരു റിയാലിറ്റി എന്താന്ന് വെച്ചാൽ, പണം ഒരു പേപ്പർ അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ പേപ്പർ മാത്രമല്ല എന്നുള്ള സത്യം. പണം ഒരു എനർജി എക്സ്ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ഒരു എനർജി ആണ് എന്ന് ആദ്യം അംഗീകരിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിലെ വലിയ സാമ്പത്തിക വിദഗ്ധരും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, പണം ഒരു സാമ്പത്തിക ഉപകരണം മാത്രമല്ല, അതൊരു എനർജി സിസ്റ്റമാണ്. അതായത് നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ എന്നിവയുടെ വൈബ്രേഷൻ ഏത് നിലയിലാണ് എന്നതിനെ ആശ്രയിച്ചാണ് അവസരങ്ങളും സമ്പത്തും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഡയറക്ട്ലി അത് മറ്റെന്തിൻ്റെയും ആകത്തുകയല്ല, നമ്മളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയുമായ വൈബ്രേഷന്റെ ആകത്തുകയാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം അത് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും? പറഞ്ഞുതരാം. പണം എന്തുകൊണ്ട് ചിലർക്ക് മാത്രം ലഭിക്കുന്നുള്ളൂ? ഒരേ ജോലി, ഒരേ സമയം, ഒരേ പരിശ്രമം. പല ആൾക്കാരും അങ്ങനെ കാണാറുണ്ടല്ലോ, പക്ഷേ ഫലം വ്യത്യസ്തമാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? ഒരു ഓഫീസിൽ ഒരേ ജോലി ചെയ്യുന്ന രണ്ടാളുകളെ നോക്കിയാൽ, ഒരാൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു, പ്രമോഷനുകൾ കിട്ടുന്നു, ബിസിനസ് ഐഡിയകൾ കിട്ടുന്നു. മറ്റൊരാൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റമൊന്നുമില്ലാതെ അവിടെ തന്നെ നിൽക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി കാണുന്ന കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ? കാരണം മറ്റൊന്നുമല്ല, വ്യത്യാസം അവരുടെ വിദ്യാഭ്യാസത്തിലാണോ ജോലിയിലാണോ എന്നൊന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അവരുടെ വിദ്യാഭ്യാസത്തിലുള്ള മാറ്റം കൊണ്ടായിരിക്കും അവർക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കാത്തത്? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യൂ. അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ആയിരിക്കുമോ?
ഒന്നേ എല്ലാവരും ടൈപ്പ് ചെയ്തോളൂ. അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന ജോലിയിനനുസരിച്ചായിരിക്കും. ഒരാൾ ഡ്രൈവറാണെന്ന് ഒരാൾ KSRTC ഡ്രൈവറാണെന്ന് കരുതും. ഫോർ എക്സാമ്പിൾ, അയാളും വണ്ടി ഓടിക്കും, മറ്റാളും വണ്ടി ഓടിക്കും. പക്ഷെ ഒരാൾ സമ്പന്നനാകുന്നു, മറ്റവൻ ദരിദ്രനായി തുടരുന്നു. എന്തുകൊണ്ടായിരിക്കും? ജോലിയുടെ വ്യത്യാസവുമല്ല, അയാളുടെ വിദ്യാഭ്യാസത്തിന്റെ വ്യത്യാസമല്ല, മറ്റെന്തിലാണ്? യെസ്, നിങ്ങൾ പറയുന്നു അത് തന്നെയാണ്. അവരുടെ മൈൻഡ് സെറ്റിന്റെ വിഷയമാണ് ഇവിടെ. അപ്പൊ ഇവിടെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പണം, അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. അപ്പോൾ നമ്മളൊരു മണി മാഗ്നറ്റ് ആവണമെങ്കിൽ നമ്മൾ എന്താണ് മാറ്റേണ്ടത്? നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യൂ. നമുക്കൊരു മണി മാഗ്നറ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് യെസ്, എത്ര പേർക്ക് അറിയാം ഈ ഉത്തരം? പോരട്ടെ, എവരിബഡി 1 2 3 4 5 6 പോരട്ടെ. എന്താണ് മാറ്റപ്പെടുത്തേണ്ടത്? നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം, അല്ലേ? ഇപ്പൊ നേരത്തെ ഇവിടെ ഉദാഹരണം എടുത്ത പോലത്തെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലേ? അപ്പൊ മൈൻഡ് സെറ്റിലാണ് വിഷയം കിടക്കുന്നത്. സമ്പന്നനാവണമെങ്കിൽ ആദ്യം സമ്പത്തിന്റെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇത് ഉണ്ടാക്കിയെടുക്കണം. ഇത് എവിടെയും പോയാൽ വാങ്ങിക്കാൻ പറ്റുന്ന സാധനമല്ല. ദിനേശ് സാറിൻ്റെ അടുത്ത് വരികയാണ്, സാറേ എനിക്ക് 10,000 രൂപ തരാം, എനിക്ക് ആ മണി മൈൻഡ് സെറ്റ് ഇങ്ങ് തന്നേക്കെന്ന് പറഞ്ഞാൽ പറ്റുമോ? സാധിക്കോ? ആർക്കും വേണോ? എൻ്റെ കയ്യിലുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു മിനിറ്റ് എടുക്കട്ടെ. അവിടെ ഉണ്ട്. മണി മൈൻഡ് സെറ്റ് വേണ്ടവർ എത്ര പേരുണ്ട്? ഇപ്പൊ തരാം, ഒറ്റ മിനിറ്റ്. കൂപ്പൺ വേണോ? വേണ്ടവർ എസ് പറയും, പെട്ടെന്ന് പറയും. മണി മൈൻഡ് സെറ്റ് വേണ്ടവർ 100 രൂപ തന്നാൽ മതി, ഇപ്പൊ തരാം. കൂപ്പൺ നിറയെ മണി മൈൻഡ് സെറ്റ് ആണ്. വേണോ? കൂപ്പൺ നിറയെ മണി മൈൻഡ് സെറ്റ് വേണോ? ഒരു കൂപ്പൺ എടുക്കും, നിങ്ങളുടെ മണി മൈൻഡ് സെറ്റ് മാറും. ഒരു കൂപ്പൺ ഇല്ല, അങ്ങനെ ഒരു കൂപ്പണിലൊന്നും മണി മൈൻഡ് സെറ്റ് മാറില്ല. നിരന്തരമായിട്ടുള്ള പ്രക്രിയകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് മണി മൈൻഡ് സെറ്റ് മാറുന്നത്. ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. പണ്ട് ചോദിച്ചതേ ചോദ്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കൃത്യമായി പറയും എന്നറിയാം, എങ്കിലും നോക്കാം. നമ്മള് പണ്ട് കാലത്ത് കേട്ട ഒരു മണി മൈൻഡ് സെറ്റാണ്, വീട്ടിൽ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല, അല്ലേ? ഉണ്ടോ? ആരുടെയും വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ടോ? അച്ഛനമ്മയൊക്കെ പറഞ്ഞത് വീട്ടിൽ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. അപ്പൊ നമ്മളും പിടിച്ചു, പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. അയ്യോ, പണം ശ്രദ്ധിക്കണം. പണം കായ്ക്കുന്ന മരമുള്ളവർ ആരൊക്കെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ടോ? ഇല്ലാത്തവർ പറ, ഇല്ല എന്ന് പറ. ഉള്ളവരുണ്ട് എന്ന് പറയാം. നോക്കട്ടെ, ആരൊക്കെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ട്? ആരൊക്കെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമില്ല? ഇല്ല. രമണിയുടെ വീട്ടിലില്ല. പിന്നെ ആരാണ്? ശ്യാമളയുടെ വീട്ടിലില്ല, സുനിതയുടെ വീട്ടിലില്ല, മോഹന്റെ വീട്ടിലില്ല, യെസ്. ശശികലയുടെ വീട്ടിലില്ല, വീണയുടെ വീട്ടിലില്ല, യെസ്. ആർക്കൊക്കെ വേണം പണം കായ്ക്കുന്ന മരം വീട്ടിൽ? ഇവർക്കൊക്കെ, നിങ്ങൾക്ക് ഇല്ലാത്തവർക്ക് എല്ലാവർക്കും വേണം അല്ലേ? എല്ലാവർക്കും ഞാൻ തരാം. ഓക്കെ, കൊല്ലം പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു പണം കായ്ക്കുന്ന മരം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നേരിട്ട് തരാം. റെഡി? ഇവിടെ കുറെ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ മുമ്പത്തെ ലൈവ് പ്രോഗ്രാമിൽ വന്നവരാണ് ഇവരൊക്കെ എസ് പറയുന്നവരൊക്കെ. അവർക്കൊക്കെ പണം കായ്ക്കുന്ന മരമുണ്ട്, ഇല്ലേ ലിജു? യെസ്, ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ ലൈവ് പ്രോഗ്രാമിൽ വന്നപ്പോഴും മറ്റു ചില ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തവർക്ക് ഞാൻ പണം കായ്ക്കുന്ന മരം അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കിട്ടാത്തവർ പെട്ടെന്ന് അഡ്മിൻ പ്രൊസീജർ വിളിച്ചോ, പണം കായ്ക്കുന്ന മരത്തിന് വേണ്ടിയിട്ട് പേയ്മെന്റ് അടച്ചോളൂ. കൊല്ലത്ത് വന്നോ, നേരിട്ട് തരാം കേട്ടോ. ഓക്കെ, ശരി. അപ്പോ ഇവിടെ മൈൻഡ് ഈസ് ദ മണി മാഗ്നറ്റ് എന്ന് പറയും. അതായത് നമ്മുടെ മനസ്സാണ് പണത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഇരിപ്പിടം എന്നത് സത്യമാണ്. മനസ്സിന്റെ പ്രോഗ്രാം മാറിയാൽ മാത്രമാണ് ജീവിതം മാറുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു വലിയ മാഗ്നറ്റ് പോലുള്ള സംഭവമാണ്. നമ്മൾ പണത്തെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്ന് നോക്കിയാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് അവസരങ്ങളെ ആകർഷിക്കുന്നത്. നമ്മൾ പണം സമ്പാദിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. എന്താണ് സംഭവിക്കുക?
എനിക്ക് പണം സമ്പാദിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിലൊന്ന് യെസ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, നോക്കട്ടെ. നോ ആണെങ്കിൽ നോ എന്ന് പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾ പണം എളുപ്പത്തിൽ വരുന്നു എന്ന് വിശ്വസിച്ചാൽ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ തുടങ്ങും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെയാണ് ഒരു കൃത്യമായി മനസ്സിലാക്കേണ്ടത്, പണം സമ്പാദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇത്ര വലിയ വിജയം ഒരിക്കലും ലഭിക്കില്ല. ഈ രണ്ട് ചിന്തകൾ ലോകത്തിൽ ഏറ്റവും വലിയ മണി ബ്ലോക്സ് എന്നാണ് അറിയപ്പെടുന്നത്. പലർക്കും ഇത് ബാല്യത്തിൽ നിന്ന് തന്നെ മനസ്സിൽ പതിഞ്ഞു പോയ കാര്യങ്ങളാണ്. മാതാപിതാക്കളുടെ വാക്കുകൾ, സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ, പഴയ പരാജയങ്ങൾ, ഇതെല്ലാം ചേർന്ന് ഒരു നെഗറ്റീവ് പ്രോഗ്രാം ഉണ്ടാക്കും. ഈ പ്രോഗ്രാമിനെ മാറ്റാത്തിടത്തോളം കാലം സമ്പത്ത് സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും സ്ഥിരമായി നടക്കില്ല. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇവിടെയാണ് നമ്മൾ പറയാറുള്ളത്, നമ്മൾ ഊർജത്തിന്റെ നിയമം അറിയണം, അല്ലെ? നമ്മൾ എന്താ പറഞ്ഞത്, എനർജിയാണ് നമ്മളില്ല. അപ്പൊ ഊർജ നിയമം എന്താണെന്ന് അറിയാം, ദ ലോ ഓഫ് വൈബ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഓരോ മനുഷ്യനും ഒരു വൈബ്രേഷൻ ഉണ്ട്. ഓരോ മനുഷ്യനെന്ന് മാത്രമല്ല, എല്ലാ ഘടകങ്ങൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് മനുഷ്യനെ മാത്രം എടുക്കാം. അപ്പോൾ ഓരോ മനുഷ്യനും ഒരു വൈബ്രേഷൻ ഉണ്ട്. ഓരോ പണത്തിനും ഒരു വൈബ്രേഷൻ ഉണ്ടാകുമല്ലോ. അപ്പൊ നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു എന്ന് ന്യൂറോ സയൻസിന്റെ പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ നമുക്ക് ഭയവും ദാരിദ്ര്യ ചിന്തയും അഭാവവും പോലുള്ളവയിൽ ജീവിച്ചാൽ നമ്മുടെ വൈബ്രേഷൻ താഴോട്ടായിരിക്കും. ഇത് മനസ്സൊരു വിസ്മയത്തിൽ കൃത്യമായി നിങ്ങൾക്ക് ഗ്രാഫ് അടക്കം വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. എവിടെയാണ് നിങ്ങൾ കുറ്റബോധം പേറുമ്പോൾ സംഭവിക്കുന്നത്, ഏത് നരകത്തിലാണ് നിങ്ങൾ ഗിൽറ്റി കൊണ്ടുപോകുമ്പോഴേക്കുന്നത്, ഏത് നരകമാണ് നിങ്ങൾ നമ്മൾ അഹങ്കാരം പ്രകടിപ്പിക്കുണ്ടാവുന്നത്, ഏത് നരകത്തിലാണ് നമ്മൾ, നരകം എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷത്തിന് താഴെയുള്ള ഘടകങ്ങളെയാണ് നരകം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏതാണെന്നൊക്കെ നമ്മുടെ മനസ്സൊരു വിസ്മയത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതില്ലാത്തവർക്ക് ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സിലും, അതുപോലെ തന്നെ നമ്മൾ ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് എന്ന കോഴ്സിലും, അത് കഴിഞ്ഞാൽ മാസ്റ്റർ യുവർ മൈൻഡ്സ് എന്ന കോഴ്സിലും ഒക്കെ വിശദമായി തന്നെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ സമൃദ്ധി, നന്ദി, വിശ്വാസം, ഇവയിലൊക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വൈബ്രേഷൻ ഉയരുക. ഉയർന്ന വൈബ്രേഷൻ ഉള്ളവരെ അവസരങ്ങളും സമ്പത്തും സ്വാഭാവികമായി ആകർഷിക്കുമെന്ന് തത്വം അറിയുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറഞ്ഞു വന്നത്, അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക. ഇപ്പോൾ നിലവിൽ ദാരിദ്ര്യമാണ് നമുക്കുള്ളതെങ്കിൽ, പണമില്ലായ്മയാണ് ഉള്ളതെങ്കിൽ, ദയവ് ചെയ്ത് പണമുള്ള മാനസികാവസ്ഥയിലേക്ക് മാറുക. അവിടെ മാത്രമാണ് സംഭവം നടക്കുന്നത്. അല്ലാത്തിടത്തോളം കാലം ഒരാൾക്കും ഇന്ന് ലോകത്ത് സമ്പന്നനാവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഒരുപാട് കോഴ്സുകൾ, നമ്മുടെ സീഡ്സ് ഓഫ് വെൽത്ത്, മാനിഫെസ്റ്റ് യുവർ വെൽത്തി ലൈഫ്, അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ എല്ലാം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെൽത്ത് മാസ്റ്ററി ഹബ്ബ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ ആളും പഠനം നടത്തണം. ഓരോ ആളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം. എന്നാലോ മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കണം. ഓരോ നിമിഷവും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയെടുക്കാൻ പറ്റണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ഗുണപരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ ബാക്കി കോഴ്സിനെ പറ്റിയൊക്കെ നിങ്ങൾ നമ്മുടെ ലിങ്കിൽ കയറി, നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കാവുന്നതാണ്. ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്, അഡ്മിനെ വിളിക്കാവുന്നതാണ്, ചോദിക്കാവുന്നത്, എന്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കും. കാരണം മാറ്റം നിങ്ങൾ വരുത്തണം എന്നതാണ്. ഇത്തരം ക്ലാസ്സുകളിലൂടെ ഞാൻ മാക്സിമം നിങ്ങൾക്ക് അവബോധം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് ഒരു ദിനചര്യയായി മാറേണ്ടതാണ്, ദിവസവും പ്രാക്ടീസായി മാറേണ്ടതാണ്, ദിവസവും നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമാണ് അത് മാറ്റമകത്തുണ്ടാകുന്നത്. കാരണം കാലങ്ങളായിട്ട്, ഇപ്പൊ പറഞ്ഞില്ലേ, പണം കായ്ക്കുന്ന മരമില്ല എന്നത് കാലങ്ങൾ മുമ്പേ വീട്ടിൽ നിന്ന് കേട്ട് വളർന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു പണം കായ്ക്കുന്ന മരം നൽകിയാൽ ദിവസങ്ങൾക്ക് മുമ്പ് അത് കായ്ക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ചിന്താഗതി മാറ്റേണ്ടി വരും, അല്ലേ? അപ്പൊ അത്തരം കാര്യങ്ങളെ നമ്മളൊന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഉദാഹരണം മാത്രമായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ കിടക്കുന്നുണ്ട്. ഈ കിടക്കുന്നത് ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യണം. അപ്പോൾ ഇതിന്
4 or 5 കോഴ്സുകൾ നമ്മൾ അതിനു വേണ്ടി മാത്രം ചെയ്യുന്നുണ്ട്. ഏറ്റവും പവർഫുൾ ആയ കോഴ്സാണ് മാനിഫെസ്റ്റ് യുവർ വെൽത്തി ലൈഫ് എന്ന് പറയുന്നത്. അത് എല്ലാ ദിവസവും ആ ക്ലാസ് ഉണ്ട്, എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ്. സീഡ്സ് ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞ ചെറിയ ക്ലാസ് ഉണ്ട്, അവിടെ മുതൽ അങ്ങോട്ട് നിങ്ങൾ തുടങ്ങാവുന്നതാണ്. മാറ്റമുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു ചെറിയ കാര്യം മാത്രമാണ് ദിവസവും ചെയ്യേണ്ടത്. ഒരു 3-4 പ്രാക്ടീസുകൾ നമ്മൾ ദിവസവും ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഇതിലൂടെ കാണാം. അതായത് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു സ്വയം ബോധത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒരു ബോധമായിട്ട് മാറിയവർക്ക്, ഒരു ആവശ്യമായി മാറിയവരായിട്ട് നിങ്ങൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ്, അല്ലെങ്കിൽ വെൽത്ത് എനർജി അലൈൻമെന്റ് ആണ്, മാനിഫെസ്റ്റേഷന്റെ ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സാക്ഷാത്കാരം എന്നാണ് അർത്ഥം. അപ്പൊ സാക്ഷാത്കാരം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള എനർജി ലെവൽ ഉണ്ടാവണം എന്നുള്ളത്. നിങ്ങൾ അതിനു വേണ്ടി ഓരോ പ്രാക്ടീസുകൾ നടത്തുക, എന്തിനു വേണ്ടി മാറ്റം ഉണ്ടാക്കുക, നിരന്തരമായ പ്രക്രിയയിലൂടെ മാറ്റം ഉണ്ടാക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇന്നിപ്പോ 2-3 ദിവസം കൊണ്ട് പുതിയ ക്ലാസ്സുകൾ ഇതിന് തുടങ്ങും. നിങ്ങൾ ചോദിച്ച് മേടിച്ചോളുക. ഒരു കാര്യം അസന്നിഗ്ധമായി എല്ലാവരോടും വീണ്ടും പറയുന്നു, നമ്മൾ ഇവിടെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടേയിരിക്കും. എന്താണ് ബോധവൽക്കരണം? പല കാര്യങ്ങളും പറഞ്ഞു തരും, പല ബോധവൽക്കരണം നടത്തും. ബോധമുണ്ടാവേണ്ടത്, ഉണ്ടാക്കേണ്ടത്, അത് പ്രകടിപ്പിക്കേണ്ടത്, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്, മറ്റുള്ളവരിലും ബോധമുണ്ടാക്കിയെടുക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ്. അല്ലാതെ നമുക്ക് അവനവന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളിവിടെ ഒരാളോടും ഫോഴ്സ് ചെയ്ത് നിങ്ങൾ ഇത്ര പൈസ അടച്ചാൽ നിങ്ങളുടെ ജീവിതം മാറുമെന്ന് ഒരു കാലത്തും പറയില്ല. നിങ്ങൾക്ക് ജീവിതം മാറാനുള്ള വഴികൾ നമ്മൾ തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീട്ടിലേക്ക് ഏത് വഴികളിലൂടെ വേണമെങ്കിലും കയറി വരാം. ഇതിവിടെ വിശാലമായി തുറന്നിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് സെലക്ട് ചെയ്യാം, അത് എടുക്കാം, കഴിക്കാം, ഉപയോഗിക്കാം, അതിനുള്ള പേയ്മെന്റ് ചെയ്യാം, പോകാം. വീണ്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഇതൊരു വെറും സത്രം പോലെയാണ് ഞാൻ വിഭാവന ചെയ്തിട്ടുള്ളത്. ഒരു കണ്ടീഷനും ഇല്ല. ഫ്രീ ക്ലാസ് ഉണ്ട്, പെയ്ഡ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ ലൈവ് ക്ലാസ്സുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഇതെങ്ങനെ കാണുന്നു എന്ന് മാത്രമാണ്. ഓരോ ക്ലാസ്സുകളും ഞാൻ എന്നെ ഉയർത്താനാണ് എടുക്കുന്നത്. ഞാൻ ഉയരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കൂടെ നിങ്ങൾക്കും വരാം. വരുന്നവർക്ക് സ്വാഗതം, വരാത്തവർക്ക് അതും സ്വാഗതം, വേണ്ടാത്തവർക്ക് നമോവാകം. ഒരു കുഴപ്പമില്ല. ഐ ആം ഹാപ്പി വിത്ത് എവറിത്തിങ്. സന്തോഷത്തോടെ ഇത്രയേ പറയാനുള്ളൂ. നമ്മൾ ഈ കടമ നിർവഹിച്ചു പോയിക്കൊണ്ടേയിരിക്കും. ലക്ഷ്യങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക, ലക്ഷ്യങ്ങൾ ചെലവഴിക്കുക, വീണ്ടും ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക, വീണ്ടും കോടികൾ ഉണ്ടാക്കുക, വീണ്ടും കോടികൾ ചെലവഴിക്കുക. പിടിച്ചു വെക്കരുത്, ചെലവഴിക്കുക. അങ്ങനെ മരണം വരെ ചെയ്തുകൊണ്ടേയിരിക്കുക. മരിച്ചു കഴിഞ്ഞാലോ ആർക്കറിയാം അല്ലേ? അതിനെപ്പറ്റി പറയാൻ ആരും അല്ലല്ലോ. അതുകൊണ്ട് സന്തോഷത്തോടെ മരിക്കുമ്പോൾ ആരും പണം കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതിനാവട്ടെ നമ്മുടെ ഓരോ പ്രവർത്തനവും. എല്ലാവരും നന്ദിയോടുകൂടി താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ കൊല്ലം പ്രോഗ്രാമിൽ വേണ്ടവർക്ക് ഇനിയും സാധ്യതയുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ സാധ്യതയുണ്ട്. വരാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാം, ഇപ്പൊ വേണം ജോയിൻ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.